ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ കുക്കറിനകത്തൊരു നല്ല കലത്തപ്പം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ സമയം കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂൺ നല്ല ജീരകം, ഒരു 3 ഏലക്ക, ഒരു 1/2 ഗ്ലാസ് ചോറ്, അതായത് നമ്മളിടുന്ന അരിയുടെ പകുതി ഭാഗം ചോറും കൂടി അരയ്ക്കണം. ചോറും കൂടിയിട്ട് ഒരു ഒന്നൊക്കെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ അതിന് കണക്കിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മുഴുത്ത 3 ആണി വെല്ലം, ഒരു 300 ഗ്രാമോളം ഉണ്ടാവും. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. മുഴുവത്തെ ഇട്ടാൽ കുറേ ടൈം എടുക്കും നിലത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ വെല്ലം നമുക്ക് പാനിയാക്കി എടുക്കാം. കൊഴുപ്പുള്ള കട്ടിയുള്ള പാനിയൊന്നും ആക്കണ്ട, കാരണം നമ്മൾ ചോറും അരിയും കൂടെ അരച്ചപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ലൂസ് വേണം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ലൂസായിട്ടുള്ളൊരു വെല്ലം പാനി ഉണ്ടാക്കിയെടുക്കാം. വെല്ലപ്പാനിയുടെ ചൂട് ആറി വരുന്നേക്കാളും മുമ്പ്, അതായത് തിളച്ച് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. ആ ചൂടിൽ തന്നെ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മളത് സ്പൂൺ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇതിൻ്റെ ചൂട് കാരണം മാവ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ചൂടുള്ളത് കൊണ്ട് നമുക്ക് സ്പീഡിൽ കലത്തപ്പം റെഡിയാക്കുമ്പോൾ പൊങ്ങിക്കിട്ടാനും മാവ് സോഫ്റ്റായിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. ഈ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. ഈ മാവ് കറക്റ്റായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. പിന്നെ മാവിനിടുമ്പം ഉപ്പ് വളരെ കുറച്ചിട്ടിട്ട് അരി അരയ്ക്കുമ്പോൾ അരയ്ക്കാവുള്ളൂ. കൂടുതൽ അരച്ചിട്ടുണ്ടെങ്കിൽ വെല്ലത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതിന് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്കിനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു അല്പം മുഴുപ്പുള്ളൊരു കുക്കർ എടുക്കാം. കുക്കർ തീരെ ഇടുങ്ങിയ കുക്കറാണെങ്കിൽ നമ്മുടെ മാവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിയുകയും ചെയ്യും, മുകൾ ഭാഗം ശരിക്കും വേകുകയും ഇല്ല. അതുകൊണ്ട് ഇച്ചിരി, അല്ലെങ്കിൽ മാവ് കുറച്ച് ഒഴിക്കാവുള്ളൂ ചെറിയ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടായി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവോളയോ ചുവന്നുള്ളി, ചെറിയ ഉള്ളി എന്ത് ഉപയോഗിക്കാം, ഞാൻ സവോള എടുത്തേക്കുന്നത്. ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് അത് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒരു ബ്രൗൺ നിറം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ അതിന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നവരെ ചെറുതീയിലിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. അത് റെഡിയായി വരുമ്പം അതിൽ നിന്ന് നമുക്കൊരു പകുതിയിലധികം ഭാഗം കോരി മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിമാവ് അതിലേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിമാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും കൂട്ടിയിരിക്കണം. എന്നിട്ടൊരു 1/2 മിനിറ്റ് സമയം ആ കൂടിയ തീയിൽ തന്നെ വേവിക്കണം. ഇനി ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയുടെ ആ കൂട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഏറ്റവും മുകളിൽ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അടപ്പ് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന് ഈ കുക്കറിൻ്റെ നോക്കി അറിയാം, എയർ ബൗൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം അത് ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കി ഇടാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ കലത്തപ്പം നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. തന്നെ വിട്ട് വരും എൻ്റെ സൈഡൊക്കെ. അപ്പോൾ നമുക്ക് അത് തന്നെയല്ല, നമ്മുടെ കുക്കറിനടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഒട്ടും. നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു കലത്തപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരുന്നു, കഴിക്കാൻ നല്ല രുചിയായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ രുചിയായിരുന്നു കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.